അപ്പോൾ ഗൈസ് എന്താ കുറേ ദിവസമായി സ്മൂച്ചോക്ക് പോകണം വിചാരിക്കുന്നുണ്ടോ. ഇവിടെ അടുത്ത് സ്മൂച്ച് വന്നിട്ട് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ പോകാതിരുന്ന മോശമല്ലേ. അപ്പോൾ പോകണം വിചാരിക്കണം. അപ്പോൾ എന്ത് ബാബിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബാബിയുടെ വക നിശ്ചയം പോകണം ഗൈസ്. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ പറഞ്ഞ പോലെ നേരെ സ്മൂച്ചോ പോകണം കേട്ടോ. അത് തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് കഴിക്കണം എന്നൊരാഗ്രഹം. പിന്നെ അതിൻ്റെ ഇടയിൽ നോമ്പും വന്നല്ലോ, സോ പോകാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ചാടി ഇറങ്ങി പോകാൻ നിൽക്കുക. ഫസ്റ്റ് നേരെ പോയത് TNTക്കാണ് കേട്ടോ. നോമ്പ് തുറന്നിട്ട് ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനല്ല, അവിടെ പോയിട്ട് ഷവായ ഓർഡർ ചെയ്തെങ്കിലും ഞാൻ ഓൾറെഡി എക്സാം കഴിഞ്ഞിട്ട് ഷവർമ മേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഈ പ്ലാനിങ് എനിക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഷവർമ മേടിക്കില്ലായിരുന്നു. അപ്പം അത് കഴിച്ചിറങ്ങിയോണ്ട് നേരം പോലെ കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ കണ്ടോ സുട്ടുകുട്ടിനെ കളിപ്പിച്ച് കുറച്ചേരം നിന്ന്. പിന്നെ അവിടുത്തെ നേരെ സ്മൂച്ചോക്ക് ഇട്ടേ. അവിടെ 2 സാധനത്തിൽ കണ്ണു വെച്ചിട്ടാണ് ഞാൻ പോയത്. ഇസുവിന് വല്ലാണ്ട് തണുപ്പ് പറ്റാത്തതുകൊണ്ട് അവൾക്ക് വേറൊരു സാധനം ഓർഡർ ചെയ്തു. എന്തായിരുന്നു പേര് എന്നുള്ളത് ഓർമ്മയില്ല. നമുക്ക് കഴിക്കാനല്ലേ അറിയൂ. അത് വിടും. ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്താണെന്നറിയോ? അതിൻ്റെ പേര് അറിയില്ല, ഓർമ്മയില്ല, മറന്നുപോയി. അപ്പോൾ ഗായ്സ് ഇതാണ് ബാബിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അങ്ങനെ ഓർഡർ ചെയ്ത സാധനം വന്നു. അതിൻ്റെ ഇടയിൽ അപ്പുറത്തെ കടന്ന് ഒരു സർബത്തും പിടിച്ചു കേട്ടോ. എന്തോ കുനാഫൻ്റെ സംഭവം, ഒരു ഹേസൽനട്ട്, പിസ്ത ഹേസൽനട്ട്, ഐ തിങ്ക് പേര് ഓർമ്മയില്ല. എന്തായാലും ഇപ്പം എടുക്കണ സംഭവം അതൊരു മസ്റ്റ് ട്രൈ ഐറ്റം. എനിക്ക് എന്തെന്നറിയില്ല, അത് നല്ലോണം അങ്ങോട്ട് ഇഷ്ടമായിക്കോളും. അതെന്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ആ ഒരു ഹൈപ്പിൽ വെച്ച് മറ്റേത് ട്രൈ ചെയ്യാൻ ബിസ്കോ ഓഫ് ഹൈസൽ, അങ്ങനെ എന്തോ ആണ് പേര്. അത് വിട്, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. സംഭവം ഉണ്ടല്ലോ, എനിക്കിഷ്ടമായില്ല. എനിക്ക് എന്താണെന്നറിയില്ല, അതിന്റെ ഫ്ലേവർ വല്ലാണ്ട് പറ്റിയില്ല. അതാണ് എന്റെ ഫേസ്, അതുകൊണ്ട് അതങ്ങനെ പാർസലാക്കി കേട്ടോ. അത് ബാബിക്കും വല്ലാണ്ട് പറ്റിയില്ല. കണ്ടോ ആ ബോക്സിന്റെ കോല കണ്ടറിയാം എത്ര ഇഷ്ടമായി. പിന്നെ കുനാഫന്റെ സാധനം അങ്ങനെ പാർസലാക്കി. പിന്നെ അവിടുന്ന് അങ്ങനെ ഇറങ്ങിട്ടോ. ഇപ്പൊ ഒരു സാധനം മുന്നിൽ കൂടെ നമ്മളാരും കണ്ടില്ലല്ലോ അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ.